നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് അതിൻ്റെ കരുതലിനായി സ്തുതിക്കുന്നു. പാടുവാനും സ്തുതിപ്പാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. തിരുവഴുത്തുള്ള നാവിലെടുപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. കർത്താവ് ഞങ്ങളുടെ ആത്മാവിന് ജീവനായി തരുക. ആ മന്നെ തന്നെ കർത്താവേ, നീ തന്നെയാവുന്ന മന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി ഞങ്ങളെ ധൈര്യപ്പെടുത്തി നിത്യജീവനായി നിന്നുമായിട്ട് കൂട്ടായ്മ കർത്താവ് മുന്നേറും ഞങ്ങളെ സഹായിച്ചായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായി സ്തോത്രം. യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശബ്ദം കടന്നു പരിസരങ്ങളെ, വ്യക്തികളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, തലമുറകളെ, ബലമേൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ നിൻ്റെ പ്രാശ്ചിത്യം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന്. അതിനകത്ത് നമ്മൾ കൺക്ലൂഷൻ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കർത്താവിൻ്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവൻ. ഇവിടെയാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ 6-7 ക്ലാസ്സുകളായി എടുക്കുന്നത്. കൊളോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 നമ്മളെടുത്തിട്ട് തന്നെ സ്തോത്രം ചില കാര്യങ്ങൾ ചിന്തിച്ചു. ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഇതെല്ലാം വളരെ ആഴമേറിയ വിഷയങ്ങളാണ്. അല്ലാത്തോടത്തൊന്നും കർത്താവ് ബലപ്പെടുകയില്ല. ഒടുവിൽ കർത്താവിൻ്റെ അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടാൻ സാധ്യമല്ല. അങ്ങനെയുള്ളതൊക്കെ വ്യാജമായ ആത്മാക്കൾ സിനിമയിലോ അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കാണുന്ന അനേക യേശുവിനെ പോലെ എന്നുള്ള നമുക്കിപ്പോൾ ഒന്നും ഓരോരോ മനുഷ്യരുടെ ഇമാജിനേഷൻസാണ്. അതൊന്നല്ല കർത്താവ്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവിൻ്റെ തേജസ് മനുഷ്യരായി നമുക്ക് കണ്ടുകൊണ്ടൊന്നും കാണാൻ സാധിക്കുന്നതല്ല. സ്തോത്രം. വിഷൻസും അങ്ങനെ തരയില്ല. നല്ലവണ്ണം അവർക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിഷസിൻ്റെ അബദ്ധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കാം. എന്നാൽ നമ്മൾ നടത്താൻ നമ്മുടെ ആത്മാവിന് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. സ്തോത്രം. നമ്മൾ വിഷൻസുകളെയൊക്കെ നടത്താം. പക്ഷേ വ്യക്തികളെയോ രൂപങ്ങളെയോ ഡിവൈൻ പ്രതിമകളൊക്കെ നമുക്ക് വെളിപ്പെടുത്തുമെന്ന് പറയുന്നത് അതൊക്കെ വേറെയാണ്. അങ്ങനെയില്ല. ദൈവം ആത്മാവാകുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ റിലേഷനിൽ വന്നിരിക്കുന്നത് നാം ഉയർത്തെഴുന്നേറ്റ് വേറൊരുവനാകേണ്ടത്. റോമാലേഖനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ് വേറൊരു, അതായത് ക്രിസ്തു. സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ ദാസ്യത്തിന് വിടിവിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി തീരുന്ന ക്രിസ്തു മുഖാന്തരമാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ കൺട്രോൾ, നമ്മുടെ പ്രാണൻ്റെ നിയന്ത്രണം, ലോർഡ്ഷിപ്പ് നമ്മൾ കൈമാറിയിരിക്കുന്നത് ഒരു ഇമാജിനേഷനല്ല, ഒരു തിയറിക്കല്ല, ഒരു ഡിനോമിനേഷനല്ല. ഇതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം സ്തോത്രം, ഞാൻ വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ദിവസങ്ങളൊക്കെ മെസ്സേജുകൾ വളരെ ഷാർപ്പായിട്ട് വരുന്നത്. നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ഏകാഗ്രത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് മിക്കവാറും വിശ്വാസികൾക്ക് കർത്താവിൽ ബലപ്പെടാൻ പറ്റുന്നില്ല. അവരുടെ ബലം കർത്താവാകുന്നില്ല. കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും, അവർക്ക് അതിനകത്ത് അറിവുണ്ട്. പക്ഷേ ഒരു ട്രയൽ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ കർത്താവിനെ വിളിച്ച് കർത്താവ് മനസ്സിലായി ഇവരെ പരിജ്ഞാനം ഇത്രയേ ഉള്ളൂ. കർത്താവ് അതിന് റിലീസ് കൊടുക്കും. അങ്ങനെ ഈ മാറയിലെ മധുരമുള്ള വെള്ളം കുടിച്ച് ഇങ്ങനെ അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ട് നടക്കുക. മിക്കവാറും ഒട്ടുമിക്കവാറും ശുശ്രൂഷകന്മാരും ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്. മാറയ്ക്ക് ചുറ്റും തൽക്കാലം മധുരമുള്ള വെള്ളമൊക്കെ കൊടുത്തിങ്ങനെ കൊണ്ട് നടക്കുക. അതല്ല, നമുക്ക് പിന്നെയും വരുമ്പോൾ യാത്രയുണ്ട്. സ്തോത്രം. അവിടേക്ക് നമുക്ക് കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാം. ഇപ്പോൾ സാധിക്കും. ഇസ്രായേലിൻ്റെ കൂടെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വന്നവൻ നമ്മോട് കൂടെയുണ്ട്. അവരെക്കാളും ഉന്നതമായ അധികാരത്തോടു കൂടെയുണ്ട്. അന്ന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം കിട്ടിയിട്ടില്ല. അറ്റോൺമെൻറ്റിന് ശേഷം സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എന്ന് പറഞ്ഞാൽ എന്തിനേയും എന്തും ചെയ്യുവാൻ, തൻ്റെ ജനത്തെ തന്നെ പോലെ ആക്കി തീർക്കുന്നതിന് ആവശ്യമായി എന്തും ചെയ്യുക. രാജാക്കന്മാരെ മാറ്റണം, ഭരണങ്ങൾ മാറ്റണം, കാലാവസ്ഥകളെ മാറ്റണോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണോ, എന്തെല്ലാം ചെയ്തെടുക്കണമോ അത് ചെയ്തെടുക്കാനുള്ള കഴിവ് അവനുണ്ട്. സോഷ്യൽ മീഡിയ കൂടെ വേണം പ്രവർത്തിക്കണോ, ദൈവവചനം വായിക്കുമ്പോൾ പ്രവർത്തിക്കണോ, വ്യക്തിയിൽ കൂടെ സംസാരിക്കണമോ, നമുക്കൊരു സമർപ്പണമുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്തെടുക്കും. നമ്മുടെ കഴിവ് കൊണ്ടല്ല, അവൻ്റെ കൃപ കൊണ്ട്. അപ്പം എനിക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ സകല ശത്രുക്കളും കാൽ കീഴാകണം. ഇതിനാണ് നമുക്ക് ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലവും ആവശ്യം വരുന്നത്.
അല്ലാതെ നമ്മൾക്കൊന്നും ആത്മീയ യുദ്ധം ചെയ്യാനോ. ദൈവത്തിൻ്റെ പദ്ധതി സ്തോത്രം. ഇപ്പോൾ സകല ശത്രുക്കളും എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിന് ക്രിസ്തുവിനെതിരായിക്കൊണ്ട് നിൽക്കുന്ന സകല ശത്രുക്കളും സഭയുടെ കാൽക്കീഴായി വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കാൽക്കീഴായി വരണം. നമ്മളെ കൊണ്ട് അത് സാധ്യമല്ല, ക്രിസ്തുവിനെ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വീടുജനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് 3 വിധ ശത്രുക്കൾ. അവർ ഉള്ളിൽ തന്നെ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതായിട്ടുള്ള ജഡം, ദ വേൾഡ്, ദി സൈറ്റാനിക് കിങ്ഡം. ഇത് 3ഉം ഘോരമാണ്. പേടിപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം വളരെ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച വചനം, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തന്ത്രങ്ങളാൽ കുടുങ്ങി, തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളാൽ കുടുങ്ങി, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയുക. ഇന്ന് വേണ്ടത്ര ഉപദേശമാണ്, വേണ്ടത്ര ഉപദേശം, വേണ്ടത്ര ആത്മാക്കൾ അങ്ങ് ഫ്ലറിഷാണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, എല്ലായിടത്തും തന്നെ. അപ്പോസ്തലന്മാരെന്താ പ്രസംഗിച്ചത്? ഈ നമ്മളെല്ലാം കൂടെ ക്രൂശിച്ചു കൊന്ന ഈ തച്ചനായ യേശു തന്നെയാണ് നമ്മൾ കാത്തിരുന്ന മെസ്സിയ. അതിന് അന്ന് ഇവരുടെ നമ്മുടെ കയ്യിലുള്ളതുപോലെ വേദപുസ്തകം ഇല്ല. അവരുടെ കയ്യിലുള്ള തോറും താൽമുടും ചില പ്രവാചക പുസ്തകങ്ങൾ, അതും പൂർണ്ണമായിട്ട് അന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സ്തോത്രം. അതിൽ അവരുടെ കയ്യിൽ ലഭ്യമായിരുന്ന തോറയും താൽമുടിൽ കൂടെ, അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടെ പ്രവാചന പുസ്തകങ്ങളെ ആധാരമാക്കി ഉൽപ്പത്തി 3:15 തുടങ്ങി പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീയുടെ സന്തതി, അല്ലെങ്കിൽ യേശാവിൽ പറഞ്ഞിരിക്കുന്ന 7:14 പറഞ്ഞിരിക്കുന്ന കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. നോക്ക്, ബെത്ലഹേമിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് അവർ കൂടി വരുന്നതിന് മുമ്പാണ് മറിയ ഗർഭിണിയാവുന്നത്. അപ്പോൾ ദൈവ വചനപ്രകാരം അതിനെ കാണുന്നവർ ശരിയാണെന്ന് പറയും, സന്തോഷിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവർ കണ്ടേ, അവൾ അവിഹിതമായി പ്രഗ്നൻ്റായി, എന്നിട്ട് വളച്ചൊടിക്കാൻ വേണ്ടി ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടി ചെയ്ത് പ്രസംഗിക്കുക. ലോകത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കൃപ ലഭിച്ചവർക്ക് ദൈവവചനത്തിൻ്റെ പൊരുളുകളും അതിന് ശരിയായ മാർഗങ്ങൾ ഗ്രഹിപ്പാനും അതിൽ സന്തോഷിപ്പാനും സാധിക്കുകയുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. കർത്താവ് വിത്തിൻ്റെ ഉപമകളൊക്കെ പറഞ്ഞിട്ട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കൃപ ലഭിച്ചവർക്കാണ് ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് ഇതൊക്കെ ഉപമകളായിട്ടിരിക്കും, ലിറ്ററൽ ലാംഗ്വേജിലായിട്ടിരിക്കും. അതുകൊണ്ട് ഡെഡിക്കേഷൻ കർത്താവിന് വസിക്കാൻ വേണ്ടത് എംപ്റ്റി വെസൽ. നിങ്ങളുടെ ഒരു കഴിവുകളും വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ആ ഫാക്കൽറ്റീസിനെ, കഴിവുകളെ തന്നെ എടുത്തിട്ടാണ് അവൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളൊരു മെഷീനായിട്ടല്ല. നമുക്ക് ശക്തമായ പ്രേരണ തന്ന് നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ അവന് സാധിക്കും. അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടത്തിലുള്ള ഇത് ജഡമാണോ, ദുഷ്ടാത്മാവാണോ, കർത്താവിൻ്റെ ആത്മാവ്, ഇങ്ങനെ ചിന്തിച്ച് വലഞ്ഞു പോകുന്നൊരു അനേകരുണ്ട്. ഇതിൻ്റെ തന്നെ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് സർവ്വത്തിൻ്റെ മീതയാണ്. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് സകല ശക്തിയേക്കാളും മേലെയാണ്. ആ ഒരു ധൈര്യം നല്ലവണ്ണം ഉണ്ടായിരിക്കുക. ദൈവപദത്തിൽ കൂടെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടി ഉണ്ടായിരിക്കുക. ഒക്കെ ഇതൊക്കെ ഞാൻ പല എപ്പിസോഡുകളിൽ കൂടെ പറഞ്ഞതാണ്. അതിൽ നമ്മൾ ക്രിസ്തുവിൽ എപ്പോഴും വസിക്കാൻ തക്കവണ്ണം ശ്രമിക്കുക. അത് നമ്മൾ ചിന്തിച്ചല്ലോ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. ഞാൻ പുതിയ സത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പമായിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു വേണം പോകാൻ. ഒന്ന് പഠിച്ചു. എന്താണ്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടന്ന്. വിളിച്ചിരിക്കുന്ന വിളി എന്താ? അവനോട് സദൃശ്യന്മാരായി തീരണം. ക്രിസ്തു എന്ന തലയോട് സകലത്തിലും വളർന്ന് പുത്രനോട് അനുരൂപരായി തീർന്ന് ആ പുത്രൻ എന്ന് പറഞ്ഞ അവകാശം പ്രാപിപ്പാൻ തക്കമുള്ള പുത്രത്വം, ആ മച്ചുവീരിട്ടിലേക്ക് വളർന്നു വരണം. എൻ്റെ കർത്താവിനെ വിളിച്ചുകൊണ്ടല്ല നടക്കേണ്ടത്. അതുകൊണ്ടാവില്ല. ആ മച്ചുവരിലേക്ക് വളർന്നു വരണമെങ്കിൽ അവൻ നമ്മളിൽ വസിച്ച് അവൻ ഓപ്പറേറ്റ് ചെയ്യുവാൻ, നമ്മൾ കൂടെ പ്രവർത്തിപ്പാൻ നമ്മുടെ ഫ്രീ വില്ലിനെ അവന് അവകാശമാക്കി വശത്താക്കി കൊടുക്കണം. കർത്താവ്, നീ പ്രവർത്തിച്ചോളൂ, നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചെടുക്കണം. അങ്ങനെ വേണം. അവിടെ എന്താ പറഞ്ഞ? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ചെയ്യുക. എഫേസ്യർ 4:1-2 വാക്യങ്ങൾ നമ്മളിത് പഠിച്ചു പറഞ്ഞതാണ്. ഇത് പഠിച്ചു പറയാൻ എളുപ്പമാണ്. ഇതൊന്ന് ഈ 3 കാര്യങ്ങൾ പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ എളുപ്പം പറയാൻ.
ഒരു സബ്ജക്റ്റ് അങ്ങ് വരുമ്പോൾ പല പല ഉപദേശമുള്ളവർക്കൊക്കെ പല പല രീതിയിലായിട്ട് വരുന്നത്. എന്നാൽ ഒരേ ഉപദേശത്തിൽ നിർത്താൻ നോക്കുമ്പോൾ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബദ്ധത കാക്കാൻ തക്കവണ്ണം ഉപദേഷ്ടകന്മാർ അതിനെ ജാഗരിച്ചോട് ഗൗരവത്തോടുകൂടെ ക്രിസ്തു നമ്മളിൽ വസിക്കാൻ തക്കവണ്ണം ആയിരിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും ഉപദേശത്തിൻ്റെ കാറ്റ് വരുന്നത്. എന്താ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോവുള്ളൂ? ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വചനങ്ങളിൽ തന്നെ ഇവിടുത്തെ വചനങ്ങൾ കോട്ട് ചെയ്യാം. പക്ഷെ അവിടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഭർത്താവോട്ട് പറഞ്ഞത് തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകും. മനുഷ്യൻ്റെ ചതിയാലും ഉപായത്താലും ഞാനൊരു എപ്പിസോഡിന് വേണ്ടി ചെയ്തതാണ്. കുടുങ്ങിപ്പോവുക, തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയി ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുക. ഇപ്പോൾ അമ്പലക ദേവന്മാരെ കുറിച്ച് കൊണ്ട് മുസ്ലിമിൻ്റെ ഖുറാനിൽ നിന്നൊക്കെ വാക്യം കൊണ്ട് നിങ്ങൾ കുറേ പേര് പണി നോക്കാൻ പറയും. പക്ഷെ ദൈവവചനത്തിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ നമുക്ക് ഭയം. കാരണം നമ്മൾ ദൈവഭക്തരാണ്, ദൈവത്തോട് ഭയമുള്ളവരാണ് ചതിക്കുന്നത്. എതിർത്ത് നിൽക്കുന്നവർ അധികം ചതിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്നവരും ചതിക്കില്ല. ദൈവ ഭയമുള്ള ദൈവ പൈതലങ്ങളെയാണ് പലപ്പോഴും ചതിക്കാൻ നോക്കുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്? തെറ്റിച്ചുകൾ ഉപായത്തിൽ ആടി ഉലയാതിരിക്കാൻ നോക്കുക. അതിനാണ് സ്റ്റേണായിരിക്കുന്നത്. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു എന്നിൽ വസിച്ച് എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തല്ലാതെ എൻ്റെ രക്ഷ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക. മിക്കവാറും നമ്മൾ എല്ലാവരും സ്നാനപ്പെട്ട സമയത്ത് ദേവദാസന്മാർ തല്ലിക്കഴുകി വെച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക. എന്തിനാ വിശ്വസ്തനാണ്? ക്രിസ്തുവുമായിട്ട് നമ്മുടെ സ്നാനത്തിൽ കൂടെ നമ്മൾ പറയുന്നത് എന്താണ്? രക്ഷയെ പറയുന്നത് എന്താ? ക്രിസ്തു എന്ന പേഴ്സണുമായിട്ടുള്ളൊരു നമ്മുടെ പ്രൈവറ്റ് എഗ്രിമെൻ്റാണ്. നമ്മുടെ പേഴ്സണായിട്ടൊരു എഗ്രിമെൻ്റ്, വ്യക്തി ടു വ്യക്തി. നാം ഇൻഡിവിജ്വലും യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ എഗ്രിമെൻ്റാണ് പുതിയ നിയമം. പഴയ നിയമം അവർക്ക് എഴുതി കൊടുത്തതും ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളും മോശം മുഖാന്തരം വാമൊഴിയായിട്ട് പറഞ്ഞ 600 ചില കൽപ്പനകൾ. ഈ കൽപ്പനകൾ ലിറ്ററലായിട്ട് അനുസരിക്കുമ്പോൾ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അത് വായിച്ച് പറഞ്ഞ് കേട്ടിപ്പിച്ചു കൊടുത്തവർ ഞങ്ങളനുസരിച്ച് നടന്നോളാം. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമൊന്നും പറയുന്നില്ല, ഞങ്ങളനുസരിച്ച് നടന്നോളാം. പക്ഷെ അവർക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെന്ന് അവർ മനസ്സിലാക്കി. ദൈവത്തിനും അറിയാം അവർക്ക് സാധ്യമല്ല. കാരണം എന്താ? പാപം അകത്തിരിക്കുക. ആ പാപത്തെ എക്സ്പോസ് ചെയ്യാനായിരുന്നു ദൈവം ന്യായപ്രമാണം കൊടുത്തത്. റോമൻസ് 7:5 അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന പാപത്തെ എക്സ്പോസ് ചെയ്യുക. ലോ ഇല്ലാത്തടത്ത് ലോയ്ക്ക് വയലേഷൻ ഇല്ല. ലോ വന്നാലല്ലേ വയലേഷനുള്ളൂ. ലോയ്ക്ക് വയലേഷൻ ഇല്ല, അപ്പോൾ പിന്നെ മരണമില്ല. ലോ കൊണ്ടുവന്നപ്പോൾ അകത്തിരിക്കുന്നത് വയലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പറയുന്നത് മോഹിക്കരുതൊരു കൽപ്പന തന്നില്ല, അതൊരു പ്രശ്നമില്ലായിരുന്നു. ലോ ഇല്ലാതിരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ എന്തെല്ലാം മോഹിച്ചാലും എന്താ വയലേഷൻ? പക്ഷെ ലോ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന പാപം സകലവിധ മോഹത്തെയും എന്നെ ജനിപ്പിച്ചുകൊണ്ട് ലോയെ വയലേറ്റ് ചെയ്യിപ്പിച്ചു. ലോയെ വയലേറ്റ് ഇപ്പം എന്താ? ലോ എന്ത് ചെയ്യണം? ഡിവൈൻ ജസ്റ്റിസ് ആണ്, മരണം. പാപം ചെയ്തതേയും മരിക്കണം. അപ്പോൾ ന്യായപ്രമാണം അല്ലെ പഴയ നിയമം അതായിരുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് നമുക്ക് സ്വയമായിട്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ഈ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. നാം എന്തെല്ലാം കർമ്മങ്ങളിൽ കൂടെ പോയാലും ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചാലും നമ്മൾ പഠിക്കുന്ന വചനം പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയിരുന്നാലും ഉപദേശം പെർഫെക്റ്റ് ആയിരുന്നാലും ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ദൈവത്തോട് നിരക്കുവാനോ തുടർന്ന് ഫലം കായ്പാനോ സാധ്യമല്ല. അതുപോൾ റോമൻസ് 7 വിശദീകരിക്കുന്നത് കൺകൂടി ചെയ്യുന്ന അങ്ങനെയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ. നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരോ സമയങ്ങളിലും ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് നമുക്ക് സ്വയമായിട്ട് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ഡിപ്രൈവ്ഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതും തോട്ടം തുടങ്ങി ദൈവമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വാഴുന്ന മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷ് എന്ന് വേണമെങ്കിൽ പറയാം, ദ നാച്ചുറൽ ഹ്യൂമാനിറ്റി വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്, സ്തോത്രം, ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ അരിഷ്ട മനുഷ്യനെന്ന് വെളിപ്പെടും മാത്രമേ നമ്മൾ ക്രിസ്തുവിനെ ആഗ്രഹിക്കുകയുള്ളൂ. അത് വെളിപ്പെടുത്താനാണ് ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അല്ലാതെ നമ്മളെ തകർത്ത് കളയുവാനല്ല. വിശ്വസിച്ച ഒരു ദൈവപ്പൈതന്നെ അവനെപ്പോലെ ആക്കി തീർക്കുവാൻ ജാഗരിച്ചുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത്.
നമുക്ക് സഹിക്കാൻ കഴിഞ്ഞേക്കാളും ഏറെ പരീക്ഷ തരികയില്ല. പരീക്ഷയോട് കൂടെ നീക്കുപോക്കൊണ്ട് അവൻ്റെ ഉള്ളം കയ്യിലാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിനെ ഇത് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. എൻ്റെ അടുക്ക് വന്നവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഇതാണ് മെയിൻ തീം. ഇതിന് ഒബ്സ്ട്രക്ഷനായിട്ട് നിൽക്കുന്ന, ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ചില ഹ്യൂമൻ നേച്ചറുകളൊന്നും മാറ്റിയെടുക്കുക. അത് പറഞ്ഞ പൂർണ്ണ വിനയമില്ലയോ, ആ വിനയം നമ്മളിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്ക് വെളിപ്പെടുത്തി വരും. നോക്ക്, നീ ഈ ഒരു സബ്ജക്റ്റിൽ പൂർണ്ണനായിട്ടില്ല. സൗമ്യത ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. നോക്കിപ്പോൾ നിനക്ക് സൗമ്യതയുണ്ടോ, നമുക്ക് മനസ്സിലാക്കി തരും. കർത്താവ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ഇത്ര നാളും പറഞ്ഞുകൊണ്ട് ഞാൻ വചനം പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ പാസ്റ്റർ, ഞാൻ കേമന, കാര്യത്തോടെ എടുക്കുമ്പോഴേ ആടാടാ ഈ കള്ളൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ പൊറുക്കാൻ വലിയ ഇഷ്ടമാണ്. നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം. അത് കളവായിട്ട് പറഞ്ഞു നോക്കണം. നാം ചെയ്യാത്ത കാര്യം കളവായിട്ടൊന്ന് പറഞ്ഞു നോക്കണം. അപ്പം അറിയാം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാൻ പറ്റുന്നോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിനാണ് നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ ടെസ്റ്റുകൾ തരുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനേക്കാളും മേലെ പോവുകയില്ല. ധൈര്യപ്പെട്ടിരിക്കുക. വിശ്വസിച്ച ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയുകയില്ല. ശത്രുവിനും തകർക്കാൻ പറ്റില്ല, ദൈവവും തകർത്ത് കളയില്ല. ക്രിസ്തു എന്ന ആ വേർഡ് പറയുന്നത് എന്താ? താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തൻ്റെ അടുക്കൽ വന്നവരെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം വിശുദ്ധരാക്കിയെടുക്കുക, ഒരുക്കിയെടുക്കുക. ആ ശുശ്രൂഷയാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. നമ്മൾ ഭയാനകമായ ചില സമയങ്ങളിലൊക്കെ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരും. കാരണം പല ആത്മാക്കളും വഴുതി നിസാരമായിട്ട് കണക്കും. അങ്ങനത്തെ ഉപദേശങ്ങൾ വേണ്ട അത്രയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 ചാൾസ് പ്രജന് 3 വീഡിയോകളുടെ ലിങ്ക് ഇട്ടിരുന്നല്ലോ. നിങ്ങൾ മിക്കവാറും കണ്ടിരിക്കുന്നു പറയുന്നു. അതൊരു സേവ് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, അല്ലെങ്കിൽ ഒരിക്കൽ രക്ഷയുടെ വാചകം ഏറ്റുചൊല്ലി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങനെ പ്രസംഗിക്കുന്നവരും വലിയ റെക്കോർഡ്, ഇത്ര ആൾക്കാരെ രക്ഷിച്ചു എന്ന് റെക്കോർഡ് കൊണ്ടു നടക്കുന്നവരുണ്ട്. മില്യൺസ് റെക്കോർഡ് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇവരൊന്നും രക്ഷ പ്രാപിക്കുന്നവരല്ല. അത് രക്ഷ പ്രാപിക്കുന്ന വിശ്വാസമല്ല. രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം ക്രിസ്തു നമ്മളിൽ വസിക്കുവാൻ, നമ്മുടെ ബലഹീനം നമ്മൾ മനസ്സിലാക്കി കർത്താവ് എൻ്റെ രക്ഷ പ്രാപിപ്പാൻ നിന്നെ കൂടാതെ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റവനായി നിന്നെ എൻ്റെ പാപത്തിന് പരിഹാരമായി തുറന്ന് ദൈവനീതിക്ക് തൃപ്തി വരുത്തി ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്നവനും ഇനി ആകാശ മേഘങ്ങളിൽ കൂടെ കടന്നു വരുന്നവനും നിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ കർത്താവായി എൻ്റെ ടോട്ടൽ മാസ്റ്റർ കൺട്രോളായിട്ട് സ്വീകരിക്കുന്നു പറഞ്ഞാൽ നമുക്കുള്ള സകലത്തിൻ്റെ നിയന്ത്രണമാണ് അവൻ ഏറ്റെടുക്കുന്നത്. അത് മുൻപേ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ കഴിവല്ല. ഈസ് ദ ബിഗിനർ. അവനാണ് നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. അവനത് ഒടുക്കത്തെ നാളോളം അത് തികയ്ക്കും. ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കണം. ഇത് എക്സ്പീരിയൻസിൽ കൂടിയാണ് നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. വചനം പഠിച്ചുകൊണ്ട് മാത്രമായില്ല, അത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ ദീർഘക്ഷമയോടിരിക്കുക. കർത്താവ്, എനിക്ക് നിന്നെ ഒന്ന് രുചിച്ചറിയണം. നീ പഴയ നിയമത്തിൽ ആ മരുഭൂമി യാത്രയിൽ അവർക്ക് മന്ന കൊടുത്തല്ലോ. ഇന്ന് മന്ന എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ്. എനിക്ക് ഇന്നത്തെ ആവശ്യത്തിലുള്ള മന്ന വേണം, പ്ലീസ് ഹെൽപ്പ് മീ. ഒരു കൊച്ചു ശിശുവിനെ പോലെ ചോദിക്കാം. ആ ചോദിക്കുന്ന പരമാർത്ഥതനുസരിച്ചായിരിക്കും നമ്മുടെ പേഴ്സണൽ ഡിസയർ നടത്താനായിട്ട് ഒരിക്കലും ചോദിക്കല്ലേ. നിൻ്റെ ഹിതം എന്താണ്, അത് എന്നെ നിവർത്തിക്കുന്നതൊക്കെയാണ്. ആവശ്യമായ മന്ന എനിക്കിന്ന് വേണം, പ്ലീസ് ഹെൽപ്പ് മീ. തീർച്ചയായിട്ടും അവൻ നമ്മളെ പഠിപ്പിച്ചു തരും. നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ഞാൻ പലപ്പോഴും ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് തെറ്റിപ്പോകാതിരിക്കാനാണ്. തെറ്റിപ്പോയി നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? സാധാരണ അക്കൗണ്ടബിലിറ്റി ആണെങ്കിൽ പോയി 1 മാസം 2 മാസം ദുഃഖിക്കും, അങ്ങ് പോട്ടെ, അവരൊക്കെ ഇത്ര പറഞ്ഞിട്ട് കേട്ടില്ല, ഓണം പിടിക്കാത്തെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. നമ്മുടെ മക്കളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അന്യൻ്റെ മക്കളോട് ഉദ്ദേശിച്ച് അവർ ഗുണം പിടിച്ചില്ല, പോട്ടെ, എന്നെ കൊണ്ടാവും ഞാൻ ചെയ്തു. പക്ഷേ ദൈവവേല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ആത്മാവിൻ്റെ വില ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്രമാത്രം സീരിയസ് ഉള്ളതാണ്, അത്രമാത്രം സീരിയസ് ആണ് ഇതിൻ്റെ വില. അതുകൊണ്ട് നമുക്ക് ശുഷ്കാദിയോടുകൂടെ സ്നേഹത്തിൽ വണ്ണസ്സിൽ കർത്താവ് ഈ ഒടുക്കത്തെ നാളിൽ, ഈ അവസാന സമയങ്ങളിൽ ഒടുവിൽ ഞാൻ നിന്നിലും നിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ, നിൻ്റെ രാജ്യത്തിൻ്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയുക,
നിൻ്റെ സിംഹാസന ശക്തി ഒന്ന് അനുഭവിച്ചറിയുക. ആ ഉയർത്തെഴുന്നേൽപ്പിന് ശക്തി ഒന്ന് അനുഭവിച്ചറിയുക. കർത്താവ് എനിക്കൊന്ന് കൃപ തരണം. ഇതിനുള്ളൊരു യോഗ്യതയും എനിക്കില്ല, പക്ഷെ നീ നല്ലവനാണല്ലോ, പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നിങ്ങൾ